ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കോമ്പസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെത്തി കടപ്പുറത്താണ്. വിഷ്വൽസിലേക്ക് പോകാം. ചെത്തി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് അർത്തുങ്കൽ ബസിലിക്കാക്കും മാരാരിക്കുളം ബീച്ചിനും ഇടയ്ക്കാണ്. ഇവിടുത്തെ വിഷ്വൽസ് അധികം തിരക്കില്ലാത്തതുമാണ്. എന്നാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കുട്ടികളെ കൊണ്ടുവന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇവിടുത്തെ സജ്ജീകരണവും കാര്യങ്ങൾ. പ്രകൃതിയായിട്ടുണ്ടാക്കിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ കുറച്ച് കല്ലിട്ട് വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ പ്രത്യേകതയായിട്ട് പറയാൻ വേണ്ടി. പിള്ളേർക്കതൊരു എൻജോയ് ആയിരിക്കും. വൈകുന്നേരം ഒരു ഏതെങ്കിലും സായാഹ്നങ്ങളിൽ വന്ന് എപ്പോഴും ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു ചെറിയ ബീച്ചാണിത്. പിന്നെ കൂടുതൽ ചെത്തി ഹാർബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് കടലിലേക്ക് ഇങ്ങനെ കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ആ കല്ലുകൾ ഇങ്ങനെ ഏകദേശം ഒരു 100 മീറ്ററോളം കല്ലിൻ്റെ പുറത്തൂടെ നടന്ന് കടലിൻ്റെ എന്താ പറയുക നടുക്ക് പോയി നിൽക്കുന്ന ഒരു ഫീലാണ് അവിടെ ചെന്ന് നിൽക്കുക. ഒരു പ്രത്യേക ആംബിയൻസാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക്. അവിടെ നിന്ന് നമ്മൾ അവിടെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അസ്തമയ സൂര്യനെ വീക്ഷിക്കുമ്പോഴാണെങ്കിലും ഒരു പ്രത്യേക ഒരു എന്താ പറയുക ബ്യൂട്ടി ആണ് അവിടെ നിന്ന് നോക്കുമ്പോൾ. പിന്നെ നമുക്ക് ഒരു പ്രത്യേക ആംബിയൻസാണ് അവിടെ നിന്ന് നമ്മൾ ഫീൽ ചെയ്താൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ആരെങ്കിലും ആലപ്പുഴയ്ക്ക് ചെത്തി ഏകദേശം ചെത്തി ബീച്ച് എന്ന് പറയുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരു 7-7.5 കിലോമീറ്റർ 8 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അവിടെ ആർത്തിങ്കപ്പള്ളി പോകുന്നവരോ ആലപ്പുഴയ്ക്ക് പോകുന്നവരോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെത്തി ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു സായാഹ്നം ആസ്വദിക്കാൻ പറ്റിയ, വലിയ തിരക്കില്ലാത്ത സായാഹ്നം എന്ന് വെച്ചാൽ ക്രൗഡില്ല, അവിടെ തിരക്ക് കുറവാണ്. സായാഹ്നം ആസ്വദിക്കാൻ പറ്റുന്ന ഒരിത് ഉണ്ടവിടെ. പിന്നെ കിഡ്സിനെയൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പോൾ ചൂണ്ടയിടൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചൂണ്ടയിടൽ മത്സരം എന്ന് പറയുമ്പോൾ ഈ അവരുടെ ജില്ലാ അസോസിയേഷൻ, അപ്പോൾ ആലപ്പുഴ ജില്ലാ അസോസിയേഷൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിറച്ച് പിള്ളേർ ഇന്ന് അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം വീക്ഷിച്ച് ആസ്വദിച്ച് കടലിൻ്റെ ഓളപ്പരപ്പുകളിൽ നിന്ന് ഞങ്ങളങ്ങനെ ആസ്വദിച്ചാണ് ഞങ്ങൾ പോന്നത്. ചെറിയ പൊന്തുവള്ളങ്ങൾ പോലുള്ള വള്ളങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പണിക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ കടലിലെ പണിക്ക് വേണ്ടി പോകുന്നുണ്ടായിരുന്നു ഈ പൊന്തുവള്ളങ്ങൾ. അത് വിഷ്വൽസ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊന്തുവള്ളങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അതെ, ഇതാണ് പൊന്തുവള്ളം എന്ന് പറയുന്നത്. ഇത് തുഴഞ്ഞ് ഒരാളാണ് ഇതിൻ്റെ അകത്ത് പോകുന്നത്. ഇത് ഏകദേശം എത്ര 5 കിലോമീറ്ററോ ആ ഒരു റേഞ്ചിൽ തന്നെ ഇവർ തുഴയുന്നത്. ആ കടലിൻ്റെ ഒക്കത്തുകൂടി അത് ഇച്ചിരി ആയാസകരമായ തുഴയലെന്ന് പറഞ്ഞാൽ ഈ കടൽ ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഓപ്പോസിറ്റാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയാസകരമായൊരു പ്രവൃത്തിയാണത്. അത് ചെയ്ത് അവർ അകത്തോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് മീൻ പിടിച്ച് കൊണ്ട് വന്നിട്ടാണ് അവർ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ പന്നി ഉണ്ടായിരുന്നു. പന്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡോൾഫിൻ്റെ തന്നെ ആ ഒരു ഷേപ്പൊക്കെ വരും ഏകദേശം. ഇതിങ്ങനെ വന്ന് ചെറു മീനുകളെയൊക്കെ പിടിച്ച് തിന്നുകൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ ഈ വലയൊക്കെ ഇങ്ങനെ കയറി കടിച്ച് കീറാറുണ്ട്. ഞാനത് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ കറക്റ്റായിട്ട്. ഈ സൂര്യൻ മാനത്ത് ചാന്ത് കുടഞ്ഞ് നിൽക്കുന്ന പറയുന്ന ആ ഒരു സെറ്റപ്പാണ്. അതായത് വൈകുന്നേരങ്ങളിൽ കാണാൻ എപ്പോഴും സൂര്യന് വേറൊരു ചന്തമാണ്, പ്രത്യേകിച്ച് ബീച്ച് സൈഡിൽ പോയി നമ്മളത് കാണുമ്പോൾ.
മത്സ്യബന്ധനത്തിനായി പോകുന്ന ബോട്ടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോട്ടെന്ന് വെച്ചാൽ വള്ളങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവർ മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്ന വള്ളങ്ങളാണ്. മറ്റേ നമ്മൾ നേരത്തെ കണ്ടത് ചെറിയ പൊന്താണ്, ഇത് വള്ളമാണ്. അവർ പോയിട്ട് ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വരും, ഇതിനൊക്കെ പിടിച്ച്. ചെറിയ വള്ളമാണ്. ഇതാണ് ഇവിടുത്തെ വിഷ്വൽ, അതായത് കറക്റ്റ് നേരത്തെ കണ്ട നമ്മൾ പൊന്തിയിൽ നിന്ന് പിടിച്ച മീനുകളാണ് നമ്മളീ കാണുന്നത് കേട്ടോ. ചെറിയ പൊന്തിയിൽ നിന്ന് പിടിച്ച മീനുകൾ. പിന്നെ അവിടുന്ന് വലിച്ചുകൊണ്ട് വന്നവർ കരക്കിട്ട് കഴിച്ചെടുക്കുകയാണ്. ഇതാ ചെറിയ പൊന്തുകളൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ ഇതാണ് ചെത്തി ഹാർബറിലെ കറക്റ്റ് ഫുൾ വ്യൂ ഹാർബറിൻ്റെ. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ചെത്തി ഹാർബറാണ് നമ്മൾ കണ്ടത്. ഇനിയൊരു അടുത്ത വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ്.